കോഴിക്കോടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇനി പുതിയൊരു അധ്യായം. നീണ്ട 233 വർഷത്തെ ചരിത്രമുള്ള പ്രശസ്തമായ കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മിക്സഡ് സ്കൂളാക്കുകയാണ്. ഈ അധ്യയന വർഷം മുതൽ അക്ഷരമുറ്റത്തേക്ക് പെൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൊതുവിദ്യാലയങ്ങളിലൊന്നായ കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് സ്കൂളാണ് ചരിത്രപരമായ മാറ്റത്തിനൊരുങ്ങുന്നത്. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സഹവിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. ഈ അധ്യയന വർഷം മുതൽ +1-നും അടുത്ത അധ്യയന വർഷം മുതൽ 5ാം ക്ലാസ്സിലേക്കും ഘട്ടം ഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. നിലവിലുള്ള +1 ബാച്ചുകൾ മാത്രമാകും തുടർന്നും ഉണ്ടാവുക. പെൺകുട്ടികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാപ്പറമ്പിൽ അറിയിച്ചു. ഈ സ്ഥാപനം ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച്, ഈ എല്ലാവരും പൈതൃകമായിട്ട് ബോയ്സ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. അത് ശരി തന്നെയാണ്, ഇപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ കൂടെ കടന്നുപോയ കുട്ടികളുടെ ഓർമ്മകളെല്ലാം ബോയ്സ് സ്കൂള്, അടുത്തുള്ള ഗേൾസ് സ്കൂൾ ഇതൊക്കെയാണ്. പക്ഷേ നമുക്കിപ്പോൾ വരുന്ന കുട്ടികൾക്കൊരു ഇൻക്ലൂസീവ് അപ്രോച്ച് കൊടുക്കുക, ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു മെൻ്റൽ ഫോർമേഷൻ കൊടുക്കുക, അക്കാഡമിക്കിന് പുറമെ അതിന് ഇത് അഭികാമ്യമാണ് എന്നുള്ള 100% ഉറപ്പിൻ്റെ പുറത്താണ് ഈ ഒരു മാറ്റം. മലബാറിന്റെ വിദ്യാഭ്യാസ സാമൂഹിക ചരിത്രത്തിൽ മുദ്ര പതിപ്പിച്ച വിദ്യാലയമാണിത്. 1793-ൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജീവനക്കാരുടെ മക്കൾക്ക് പഠിക്കാനുള്ള യൂറോപ്യൻ സ്കൂളായിട്ടാണ് തുടക്കം. കേരള ഗാന്ധി, കെ കേളപ്പൻ, ടി ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ അധ്യാപകരായി സേവനമനുഷ്ഠിച്ച ഇടത്ത് ഇന്ന് 2400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇനി പുതിയൊരു തലമുറ ഇവിടെ ഒന്നിച്ചറിവ് നുകരും. സ്കൂളിന്റെ വലിയ ചരിത്രത്തിനൊപ്പം ഈ പുതിയ മാറ്റവും കോഴിക്കോടിന് അഭിമാനമാകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.